ഹായ് ചങ്കുകളെ, ഞാൻ എൻ്റെ തായ്ലൻഡ് യാത്രയെ പറ്റിയുള്ളൊരു വിവരണം തരുവാണേ. നമ്മൾ ആദ്യം ദേണ്ട മണിയൊക്കെ അടിച്ച് പുത്തനെ ഒന്ന് സന്ദർശിച്ച് പുറത്തിറങ്ങി. വൈകുന്നേരം ആയപ്പോൾ ദേണ്ട ചേച്ചിമാരൊക്കെ റോഡിലേക്ക് അങ്ങ് ഇറങ്ങി അതിഗംഭീരമായ മാടി മാടി വിളിക്കുക. നമ്മൾ ഒരു ചേച്ചി വിളിക്കുന്നതായിട്ടൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടും ചെന്ന് കഴിഞ്ഞാൽ $100 കൊടുക്കണം കൂടുതലൊരു ഫോട്ടോയ്ക്ക് എടുക്കണം. എന്നാൽ നമ്മളോട് ചുറ്റുമൊക്കെ നിന്ന് എൻജോയ് ചെയ്ത് ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ട സ്ഥലമായിട്ടാണ്. അതിന് പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കോറൽ ഐലൻഡിലേക്ക് പോയി. അവിടെയാണെങ്കിൽ ആ ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവർ നമ്മളെ വിരട്ടിന്ന് തന്നെ പറയാം, അതിന് മാത്രം സ്പീഡിട്ട് മറിക്കുമായിരുന്നു കടലിൽ കൂടെ. അതിന് നമ്മുടെ ദേശീയ മൃഗം, അതായത് തായ്ലൻഡിൻ്റെ ദേശീയ മൃഗമായ ആനയുടെ ഒരു എക്സിബിഷൻ തന്നെ വേണമെങ്കിൽ പറയാം. ഇവിടെ എലിഫൻറ്റ് സഫാരി, അതുപോലെ ആനകളുടെ പ്രകടനം എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോൾഫിൻ്റെ ഒരു മാസ്മരിക പ്രകടനം, അതിശയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു. പിന്നെ നേരെ വന്നിരിക്കുന്ന കോറലിൻ്റെ പാരച്യൂട്ട് യാത്ര, അത് സൂപ്പറായിരുന്നു കേട്ടോ. ഇച്ചിരി പേടിക്കുമെങ്കിലും നമുക്ക് പക്കയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും, കിടുക്കാച്ചിയായിരുന്നു. പിന്നെ അതേ നമ്മുടെ ഇറ്റലിയിലെ കൊളോസിയത്തിൻ്റെ ഒരു ഡൂപ്പെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പല തരത്തിലുള്ള കലാകാരന്മാരുടെ വെറൈറ്റി പ്രകടനമായിരുന്നു നമ്മളവിടെ കാണാൻ സാധിച്ചത്. 2 മണിക്കൂറാണ് ഷോ. പക്ഷേ ഈ സമയം പോയത് എങ്ങനെയാണെന്ന് പോലും നമുക്കറിയാം. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോസും കൂടെ ഒന്ന് കണ്ടേക്കാം. ഫോട്ടോസിലേക്ക് ഇതേ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസൊക്കെ ഒരു പട്ടായസിറ്റിയുടെ ഫ്രണ്ടിരിക്കുന്ന ഫോട്ടോ ആണ് ആദ്യം കണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ആരോടും പറയണ്ട വെൽ മസാജിലേക്ക് പോയൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ വേൾഡിലെ ബിഗസ്റ്റ് ജ്വല്ലറി പോയിരിക്കുന്നു. പിന്നെ നമ്മുടെ ബുദ്ധൻ്റെ ആളുമായിട്ട് ഫോട്ടോ, കൂട്ടുകാരുമായിട്ടുള്ള ചങ്സ് ഫോട്ടോ, നമ്മുടെ ചോൾച്ച് അതിൻ്റെ വാതിൽ നിന്നുള്ള ഫോട്ടോ പിന്നെ നമ്മുടെ കോറൻറ്റിലെ ചങ്സ്. പിന്നെ അത് കഴിഞ്ഞ് നിൽക്കുന്നത് ഡോൾഫിന്, ടൈഗർ ടോപ്പിയ, ക്രോക്കോഡൈൽ എല്ലാവരുമായിട്ടുള്ള ഒരു ഫോട്ടോ ആണ്. പിന്നെ ഡ്രാഗൺ ഡാൻസ്, അത് കിടുക്കാച്ചിയായിരുന്നു. പിന്നെ നമ്മുടെ വെൽക്കം ചെയ്ത ചേട്ടന്മാർ ഹെവി. പിന്നെ നമ്മുടെ ഗാർഡനിൽ പോകുന്നു. പിന്നെ കൊളോസിയം പോളി സ്ഥാനമായിരുന്നു. അതിന് പിന്നെ നമ്മുടെ ബസ്സിലും കയറി നേരെ ബാങ്കോക്ക് സിറ്റിയും ഷോപ്പിങ്ങും എല്ലാം കഴിഞ്ഞ് നമ്മുടെ രാജ്യത്തിലേക്ക് വരാൻ വേണ്ടി ഫ്ലൈറ്റിൽ കയറി പറക്കുന്നു. ഓക്കെ ചങ്കിട്.